എടാ വരുന്ന ഓണപരീക്ഷയ്ക്ക് A+ വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ 100 ഡേയ്സ് ചലഞ്ച് ആയിട്ട് വടക്കൻ സാർ വീണ്ടും വന്നിരിക്കുന്നു. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ 5th ടേം എന്ന് പറയുന്നത് 70 ആണ്, 9th ടേം എന്ന് പറയുന്നത് 50 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ടേമിൽ നിന്നും അടുത്ത ടേമിലേക്ക് പോകുമ്പോൾ എത്രയാണ് ഡിക്രീസ് ആവുന്നത്, എത്രയാണ് കുറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 5ൽ നിന്നും നമ്മൾ 9ലേക്ക് പോകുമ്പോൾ 4D ആണ് ഇവിടെ കൂട്ടിയത്. 4D കൂട്ടുമ്പോൾ എത്ര കുറഞ്ഞു? ഇവിടെ 20 കുറഞ്ഞു, -20 സംഭവിച്ചു. കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ പറഞ്ഞ് ഒരു D കൂടുമ്പോൾ എത്രയായിരിക്കും കുറയുക? 4Dക്ക് 20, 4 ഡയറി മിൽക്കിന് 20 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ ഒരു ഡയറി മിൽക്കിന് എത്ര റുപ്യ ആയിരിക്കും? 5 റുപ്പീസ്. സിമ്പിൾ. സോ ഇവിടെ എന്തായിരിക്കും? ഇവിടെ -20 ആണ്. സോ ഒരു D കൂടുമ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? -5 ആയിരിക്കും. അതാണ് നമ്മുടെ സബ് ക്വസ്റ്റ്യൻ 1ന്റെ ആൻസർ. ഇനി സബ് ക്വസ്റ്റ്യൻ 2ല് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രാമത്തെ ടേം ആയിരിക്കും 0 എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കണം, 9th ടേമിനോട് സാർ വീണ്ടും ഒരു 4D കൂട്ടുകയാണ്. 4D കൂട്ടുമ്പോൾ 13th ടേം ആവും. അപ്പൊ എന്താവും? ഇവിടെ 9th ടേം എന്ന് പറയുന്നത് 50 ആണ്. 4D കൂട്ടിക്കഴിഞ്ഞാൽ 20 ആണ് കുറയേണ്ടത്. 50 നിന്നും 20 കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? 30 എന്ന ആൻസർ കിട്ടും. 30 എന്ന ആൻസർ കിട്ടും. സെറ്റ് അല്ലേ? വീണ്ടും ഞാനൊരു 4D കൂട്ടുന്നു. വീണ്ടും ഞാൻ 4D കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും 20 കുറയും. വീണ്ടും 20 കുറഞ്ഞാൽ 10 എന്ന് കിട്ടും. ഇനി 20 കുറയാനുണ്ടോ? ഇല്ല. ഇനി കുറയാനുള്ളത് എന്താ? എൻ്റെ മക്കൾ നോക്കണം, ഇവിടെ 17th ടേമായി 4D കൂടുമ്പോൾ 13നോട് 4D കൂടുമ്പോൾ 17th ടേമായി. ഇനി നമുക്ക് 20 കുറയാനില്ല. ഇനി നമുക്ക് 10 കുറയാനുള്ളൂ. 10 കുറയാൻ എന്ന് പറയുമ്പോൾ 2D കൂട്ടിയാൽ മതി. കാരണം 4D എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പൊ 2D എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 ആണ്. സോ 10 കുറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും, -10. അപ്പൊ ഇവിടെ 17നോട് 2D കൂടിയാൽ എത്രയാടാ? 19th ടേം ആണ്. സോ ദ ആൻസർ ഈസ് 19th ടേം. സെറ്റ് അല്ലേ?